നമ്മളോടൊപ്പം കേണൽ ജയകുമാർ അതിഥിയായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേണൽ. ഇന്നലത്തെ ദിവസം നമുക്ക് വലിയ വിഷമമുള്ള ദിവസമായിരുന്നു. നമ്മളെല്ലാം ആ ഞെട്ടലിൽ നിന്ന് ഇന്നലത്തെ ദിവസം പകൽ അങ്ങനെയാണ് കടന്നുപോയത്. പക്ഷേ വൈകിട്ടാവുമ്പോഴേക്കും നയതന്ത്ര തലത്തിൽ നമ്മൾ മറുപടി നൽകി തുടങ്ങി. ആ നയതന്ത്ര തലത്തിലുള്ള മറുപടി ഇത്രയും വർഷമായി നിലനിൽക്കുന്ന സിന്ധു നദീജല കരാർ തൽക്കാലം മരവിപ്പിക്കാം, ഇങ്ങോട്ട് മാന്യതയില്ലെങ്കിൽ അങ്ങോട്ടും അത്ര മാന്യത ആവശ്യമില്ല എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇന്നിപ്പോ സ്ഥാനപതിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇന്ത്യയുടെ ഈ വളരെ കമ്പോസ്ഡ് ആയിട്ടുള്ള മറുപടികളെ അല്ലെങ്കിൽ കമ്പോസ്ഡായി നമ്മൾ ആരംഭിച്ചിട്ടുള്ള പ്രതികരണങ്ങളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴാണല്ലോ ഏതാണ്ട് ഇന്ത്യയുടെ പ്രതികരണം എന്തെന്നാണെന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വ്യക്തത വന്നു തുടങ്ങിയത്. ഇത് നമ്മുടെ ഡിപ്ലോമാറ്റിക് ലെവലിൽ ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാന് ഇന്ത്യ ഈ ആക്ഷൻസിൽ കൂടി കൊടുത്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതായത് ഒരു രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇത്രയ്ക്ക് താറടിച്ച് കാണിക്കാൻ ഇന്ത്യ തീവ്രമായി അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തു. അതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണെന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തെ കാര്യം ഈ ചർച്ചയിലുള്ളത്, നമ്മൾ ഫിസിക്കലി ഓൺ ഗ്രൗണ്ട് അവരെ എങ്ങനെ എപ്പോഴാണ് അതിനൊരു നല്ലൊരു ഉത്തരം കൊടുക്കുക. ഇപ്പോൾ നമ്മളെല്ലാം സംസാരിക്കുന്നത് പുൽവാമയെ പറ്റിയും ഉറിയെ പറ്റിയും ഒക്കെയാണല്ലോ. ആ രീതിയിലുള്ള ഇതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോഴ്. അതായത് ഇത്തരത്തിൽ പ്രതീക്ഷിക്കാതിരുന്ന സ്ഥലത്ത് വളരെ നല്ല സിവിലിയൻ മനുഷ്യർ ഭാര്യയും മക്കളെയും കൊച്ചുകുട്ടികളെയും ആയിട്ടൊക്കെ കറങ്ങാൻ പോയ സ്ഥലത്ത് ഭീരുക്കളെ പോലെ ഒളിച്ചും പതുങ്ങിയും വന്ന് 10-28 പേരെ കൊല്ലുക, അത് നിർദ്ദയമായി. ഒരു പർട്ടിക്കുലർ എന്താ പറയുക ഒരു സിറ്റുവേഷൻ അവിടെ അങ്ങനെ ഒരു പ്രശ്നം JNK ഈ അവസരങ്ങളിലൊന്നും ഉണ്ടായിരുന്നതല്ല, പ്രതീക്ഷിച്ചിരുന്നതുമല്ല. അപ്പോൾ അങ്ങനെ അതിനൊരു നല്ലൊരു തികച്ചും ശക്തമായ ഒരു തിരിച്ചടി ഫിസിക്കലി കൂടി കൊടുക്കണം, അതായത് സൈനികമായി കൂടി കൊടുക്കണം എന്നുള്ളൊരാശ ഇന്ത്യയിലുള്ള ഓരോരോ പൗരന്റെയും മനസ്സിലുള്ള കാര്യം തന്നെയാണ്. അത് ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷെ അറ്റ് ദി സെയിം ടൈം വാട്ട് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഈസ് ഈ കഴിഞ്ഞ കുറച്ച് കാലത്തുള്ള ആക്ഷൻസ് പാകിസ്ഥാന്റെ, നമ്മുടെ നെയ്ബറിംഗ് കൺട്രിയായ പാകിസ്ഥാന്റെ ഓരോരോ ആക്ഷൻസും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം മുന്നിൽ നടത്തണം എന്ന് മുന്നിൽ കരുതി കുറേയൊക്കെ ആക്ഷൻസ് അവരുടെ ലെവൽ പ്രിപ്പറേറ്ററി ആക്ഷൻസ് അവർ എടുത്തിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതായത് ബോർഡർ ഏരിയാസ് ഈവൻ അവർ മൈനിങ് ചെയ്തു എന്നും, പിന്നെ ട്രൂപ്സിനെ എല്ലാം പുറകോട്ടേക്ക് ബോർഡർ ഏരിയയിൽ താമസിക്കുന്ന സിവിലിയൻ ഫാമിലീസിനെ എല്ലാം അവിടെ നിന്ന് മാറ്റി പുറകോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ അറിയുന്നുണ്ട് ഓരോരോ ന്യൂസിൽ കൂടി. അപ്പോൾ ഇതെല്ലാം ഒരു പക്ഷേ നാളെ ഇന്ത്യയിൽ നിന്നുണ്ടായേക്കാവുന്ന ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രത്യാഘാതത്തിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് തന്നെയായിരുന്നു അത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് അവർ ചെയ്തു കഴിഞ്ഞു. നമ്മൾ ടു വാക്ക് ഇൻ ടു എ ട്രാപ്പ് by great army like Indian Army or a great nation like India is not the right thing to do now. പിന്നെ ഒരു കാര്യം ശ്രീജ ആലോചിച്ച് നോക്കുക, നമ്മൾ അവർക്ക് ചെയ്യാനുള്ള എന്താണോ അവർ ചെയ്തു. അതായത് ഞാൻ ഒഫൻസ് ആൻഡ് ഡിഫൻസ് എന്നുള്ള രണ്ട് കാര്യത്തെ പറ്റി പറയുകയാണ്. ഞാൻ ഇരിക്കുകയാണ്, ഡിഫൻസിലിരിക്കുകയാണ്. വരുന്ന ആൾ എവിടെ നിന്ന് എങ്ങനെ ഏതിലേക്കൂടെ വരും, എപ്പോൾ വരും, എങ്ങനെ വരും, എന്തെല്ലാം കൊണ്ട് എൻ്റെ പുറത്ത് കയറി വരും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കാത്തിരിക്കുക. എനിക്ക് ഉറങ്ങാനും പറ്റില്ല, കുടിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല. അങ്ങനെ ഒരു ഭയങ്കര വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അതായത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വലിയ ഇന്ത്യയെ പോലുള്ള ഒരു വലിയ വൻ ശക്തിയെ, സൈനിക ശക്തിയെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പം പാകിസ്ഥാനിൽ ആൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. സമയമെടുക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ ഒരു വീക്ക് രാഷ്ട്രമല്ല. ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആൻഡ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ്, മിലിറ്ററിലി ഓൾസോ സ്ട്രോങ്ങസ്റ്റ് നേഷൻ അതർ ദാൻ മറ്റ് നമ്മുടെ എക്കണോമിക്കൽ, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഇതെല്ലാം പറഞ്ഞാലും അതല്ലാതെ സൈനിക ശക്തിയിലും ഇന്ത്യയിലും ലോകത്ത് വൺ ഓഫ് ദി കൺസിഡേർഡ് സ്ട്രോങ്ങസ്റ്റ് നേഷനാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഇത്തരം ഒരു രാജ്യത്തിൽ നിന്ന് ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ.
ഈ പ്രശ്നങ്ങൾ നടന്ന സ്ഥലത്ത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ LOCയിലോ മറ്റുമായിരിക്കും സാധാരണ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അവിടെ തന്നെ തിരിച്ചടി. പക്ഷെ അറിയില്ലല്ലോ ഒരുപക്ഷെ അങ്ങനെ ആശങ്കയോടെ കാത്തിരിക്കുന്നതും അല്ലെങ്കിൽ എപ്പോൾ വരുമെന്ന ഭീതിയിൽ കാത്തിരിക്കുന്നതുമാണ് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ശിക്ഷ ഈ സമയത്ത്. ഏറ്റവും വലിയ ശിക്ഷയാണ് ഷുജാദ്, അത് മനസ്സിലാക്കും. കാരണം ഇന്ന് ഭുജിൽ നിന്ന് നമ്മുടെ ഒരു ബോർഡർ എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് IB, ഒരു യുദ്ധം അല്ലെങ്കിൽ അന്യോന്യം ഒരു പ്രശ്ന രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു പ്രശ്നത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് IBയിൽ ആണോ, എന്തായാലും ഒരു രാഷ്ട്രത്തിൽ നിന്നും മറ്റൊരു രാഷ്ട്രത്തിൽ സൈനികമായി നമ്മൾ കയറി അടിച്ചു കഴിഞ്ഞാൽ അത് യുദ്ധം തന്നെയാണ്. അതാണ് ഇന്റർനാഷണൽ കൺവെൻഷൻസിലും UNOയുടെയും എല്ലാവരുടെയും ഡിക്ലറേഷൻസിലുള്ളത്. അതൊരു യുദ്ധമായി തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ യുദ്ധമാകുമ്പോൾ ഞാനിത് LOCയിലാണോ ചെയ്യുന്നത്, അതോ ഞാനത് ചെയ്യുന്നത് IB ഏരിയയിലാണോ എന്നുള്ളതിൽ അവിടെ കാര്യമൊന്നുമില്ല. കാരണം യുദ്ധമാണത്. അപ്പോൾ ഭുജിൽ നിന്ന് ഏതുവരെ ആയിരിക്കും ഇവര് കാത്തുപിടിച്ച് ഇരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി, ഇവൻ ഏതിലെ കൂടി എപ്പോഴും വരും, എന്തെല്ലാം കൊണ്ട് എന്റെ തലയ്ക്ക് മേലെ വരും എന്ന് അതവർക്കറിയാം. എന്തായാലും ആശങ്കയോടെ ഇരിക്കട്ടെ. അത്രയും നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. കേണൽ ജയകുമാർ, ഞാൻ ഇപ്പോൾ അങ്ങയിലേക്ക് മടങ്ങി വരാം. കൊച്ചിയിൽ ഡാനി പോളുണ്ട്. ഒരു പക്ഷേ നമ്മുടെ കേരളത്തെ ഏറ്റവും വിഷമിപ്പിച്ചത് ഇന്നലെ കൊച്ചിയിൽ നിന്ന് യാത്ര പോയ ഒരു മനുഷ്യന്റെ ദാരുണാന്ത്യമായിരുന്നു. N. രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഈ ഒരു ആക്രമണത്തിന് ഇരയാവുന്നതും മരണത്തിന് കീഴടങ്ങുന്നതും. ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. ഡാനി, ഒരു ഞെട്ടൽ, ഒരു നാടിന് മുഴുവൻ ഞെട്ടലാണ്. അവിടെ വളരെ ജനകീയനായ ഒരു മനുഷ്യനായിരുന്നു. കുടുംബത്തോടൊപ്പം പേരക്കുട്ടികൾക്കൊപ്പം ഒരു യാത്ര പോയി തിരിച്ച് ജീവനില്ലാതെ മടങ്ങിയെത്തുന്നത് അത്യന്തം വേദനാജനകമാണ്, ദുഃഖകരമാണ്. ഇന്നലെ രാത്രി തന്നെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റൂ. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ശ്രീജ, വളരെയധികം ഞെട്ടലുണ്ടാക്കിയ വാർത്തയായിരുന്നു പ്രദേശത്ത് ഇടപ്പള്ളി. കാരണം പലർക്കും തന്നെ അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ്, എനിക്കും അടുത്ത പരിചയമുള്ള ഒരാൾ തന്നെയാണ്. കാരണം അദ്ദേഹം വളരെ സൗമ്യനായി ശാന്തനായ എല്ലാവരോടും ഇടപെടുന്ന ഒരു വ്യക്തിത്വം, മിതഭാഷയായ ഒരാൾ, വളരെ സൗഹൃദങ്ങളടക്കം സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തന മേഖലയിലും എല്ലാം തന്നെ വളരെ സജീവമായിരുന്ന ഒരാളാണ്. താൻ കൃത്യമായി ഈ ദിവസങ്ങളിൽ തിരിച്ചെത്തുമെന്ന് സുഹൃത്തുക്കളോടടക്കം പരിചയമുള്ളവരോടടക്കം പറഞ്ഞിരുന്നു. വിനോദയാത്രയ്ക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു വെച്ചിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ഇങ്ങനെയൊരു ഭീകരാക്രമണം സംഭവിക്കുന്നു, അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ കൂടിയുണ്ട് എന്നത് എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതി. ഈ സംഭവം വേദനാജനകം തന്നെയാണെങ്കിലും അത് കൂടുതൽ വേദന നമുക്ക് അടുത്തവരിലേക്ക് എത്തുമ്പോൾ തന്നെയാണ്. ഏതായാലും അത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ്, ഏതാണ്ട് 8:30 മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. ഡൽഹിയിൽ നിന്ന് എത്തിച്ചത്.